മഞ്ഞ് കാണുക അഥവാ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കാട്, കടൽ, മഞ്ഞ്, മരുഭൂമി, ഇത് 4 കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണല്ലോ. അന്ന് മുതലേ ആൾ ക്ഷണിക്കുന്നുണ്ട്. പിന്നെ വിളിക്കുന്ന സമയത്തൊക്കെ ചോദിക്കും എപ്പോഴാണ്. ഈ കാശ്മീരികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കര സൽക്കാരപ്രിയരാണ്. അപ്പോൾ ഒരു വർഷത്തിലേറെയുള്ള ക്ഷണത്തിന് ശേഷമാണ് ഞാൻ കാശ്മീരിലേക്ക് പോകുന്നത്. അപ്പോൾ പോയ കഥയൊക്കെ പറയണം, വലിയ കഥകളായിരിക്കും. കാരണം ഒന്നും അറിയാതെ നമ്മളായിട്ട് പോവാണ്. കാശ്മീർ എന്ന് പറയുമ്പോഴേ പൂഞ്ചാണ് അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അതൊരു കാശ്മീരിൻ്റെ ആ ഒരു ഭീകരത തന്നെ കുറേയൊക്കെ മീഡിയ പടച്ചുവിടുന്നതാണ്. എനിക്കിതുവരെ ഒരു ഇഷ്ടങ്ങളും തോന്നിയിട്ടില്ല. കാശ്മീരാണ്, ഏത് നിമിഷവും എന്തു സംഭവിച്ചേക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫ്ലാഷ് മീഡിയയുടെ ലെറ്റ്സ് ടോക്ക് എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത് ഒരു പ്രസിദ്ധനായ എന്ന് പറയുമ്പോൾ യുണീക്ക് സ്റ്റൈൽ യാത്ര ചെയ്ത് നമ്മുടെയൊക്കെ ഹൃദയം കവർന്ന ഒരു വ്യക്തിയുണ്ട്, കൈഫ് ഇബ്നു അബ്ദുർ റസാഖ്. അദ്ദേഹത്തെ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഫ്ലാഷ് മീഡിയയുടെ ഈ ഒരു ചാനലിൽ എത്തിയത്. യാത്രക്കാരനെ പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ യാത്രക്കാരെ നമ്മൾ കാണാറുണ്ട്. ഇതിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ യുണീക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞത് ഒരു ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പഠന സമയത്ത് തന്നെ നമ്മൾക്ക് ചിലർക്കൊക്കെ യാത്രയ്ക്ക് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ യാത്രയുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും അത് ബ്ലോക്ക് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കഴിയില്ല, അതുപോലെ തന്നെ അതിനെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പലരും പറയും അങ്ങനെ യാത്രയൊക്കെ ചെയ്യാൻ തോന്നിയാൽ നിങ്ങളത് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കിൽ വന്നോണം എന്ന് പറയാറുണ്ടെങ്കിലും ആ രൂപത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ക്യാഷോ മറ്റൊന്നും നോക്കാതെ കിട്ടുന്ന ചാൻസിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരു ചെറിയ പ്രായത്തിനിടക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രത്തോളം സ്ഥലങ്ങളിൽ പോയ വ്യക്തിയാണ് കൈഫ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ കുറേ സ്ഥലങ്ങളിൽ പോയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഞാനതിൽ കണ്ട ഒരു വ്യത്യസ്തത. ഏതായിരുന്നാലും ഒരിക്കൽ കൂടെ ഈ ഫ്ലാഷ് മീഡിയയുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ കൂടെയുള്ള കൈഫിനെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫ്ലാഷ് മീഡിയയുടെ ഈ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. എന്താ നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വെച്ചാൽ, കുറേ ആയിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല, പക്ഷേ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്ക്. ഇപ്പോൾ ലാസ്റ്റ് കാശ്മീരിൽ പോയിരുന്നു. ഇവിടേക്ക് ഞാനൊക്കെ സാധാരണ പോകാറുണ്ട്, പക്ഷേ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞത് നിങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, കൈഫ്, നിങ്ങളെന്താണ് ശരിക്കും ഇപ്പോൾ നിങ്ങളെന്താണ് ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ പരിപാടി? ഞാനിപ്പോൾ സ്റ്റുഡൻ്റാണ്, പഠിക്കുന്നത് പയ്യോളിയിലെ IPC എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അവിടെ ദർസിൽ കിതാബ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഫൈനൽ ഇയറും കൂടെയാണ്. അപ്പോൾ എന്നാ നിങ്ങൾ യാത്ര തുടങ്ങിയത്? യാത്ര ഇങ്ങനെ ചോദിച്ചതിന് മറുപടി ഉണ്ടാവില്ലല്ലോ. എന്നാ തുടങ്ങിയോ? ഏകദേശം ഒരു സ്വന്തം താല്പര്യത്തിൽ സ്വന്തം ഐഡിയകൾ വെച്ച് യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് ഒരു 10ാം ക്ലാസ്സിൻ്റെ വെക്കേഷനിലാണ്. നമ്മളെ വയനാട്ടിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ട് അങ്ങനെയാണ്. പക്ഷേ ചെറുപ്പം മുതലേ ആ ഒരു അതിലേക്കുള്ളൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രായത്തിൽ തുടങ്ങി. അപ്പോൾ ഒരു 16ാമത്തെ വയസ്സ് തുടങ്ങി പിന്നെ ആദ്യം ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് പോയി. പിന്നെ അതിൽ നിന്ന് ആ ഇൻട്രസ്റ്റ് കൂടി. എത്ര വയസ്സായി? എത്ര വയസ്സായിണ്ടാവും? ഞാൻ കേട്ടറിഞ്ഞനുസരിച്ചിട്ട് ഇത്രയൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ എന്തായിരുന്നാലും ഒരു 30-35 വയസ്സ് വേണം. പക്ഷേ ചിലപ്പോൾ ഇത് പറയുന്നു പഠിക്കുകയാണ്, ദർസിൽ പഠിക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ പിന്നെ എത്ര വയസ്സാവും? ഗസ് ചെയ്തോ? സോ ദാറ്റ് മീൻസ് ഐ സേ ദാറ്റ് എനിക്ക് 21 വയസ്സ്. 21. സോ ഈ 21 വയസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ എത്ര സ്ഥലങ്ങൾ എവിടെയൊക്കെ പോയി? പ്രധാനമായിട്ട് പറയാൻ പറ്റിയത് ഇപ്പം രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 3 രാജ്യം. ഏതൊക്കെ പോയത്? ഇന്ത്യ, പിന്നെ ബഹ്റൈൻ, സൗദി അറേബ്യ 2 വട്ടം പോയി. പിന്നെ കാശ്മീരിൽ നിന്ന് ബോർഡറുകൾ, അതിർത്തികളിൽ പോയി. അപ്പോൾ ഇന്ത്യ, നോർത്ത് ഇന്ത്യയൊക്കെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു. നന്നായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കാശ്മീർ എടുക്കാം. കാശ്മീർ തന്നെ എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് പോകാനും ഇൻട്രസ്റ്റ് ആണ്. കാശ്മീർ എടുക്കുക, അതൊരു രസമാണ്. എങ്ങനെ കാശ്മീരിലെത്തിയത്? കാശ്മീരിലെത്തിയത് ഒരു വലിയ കഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാശ്മീരിലേക്ക് നമ്മളൊക്കെ പോകുകയാണെങ്കിൽ എല്ലാം ക്ലിയർ ആക്കിയിട്ട് പോകും, എന്നാൽ തന്നെ ഭയങ്കര കഥയാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നിങ്ങളെങ്ങനെ പോയിട്ടുണ്ട് ആ കാശ്മീർ? ഞാൻ ആദ്യമായിട്ട് മഞ്ഞ് കാണുക, അഥവാ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ
കാട്, കടൽ, മഞ്ഞ്, മരുഭൂമി, ഇത് 4 കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഞാൻ ദർസിലൊക്കെ ആദ്യ വർഷമായ സമയത്ത് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് രാവിലെ പത്രങ്ങളിലൊക്കെ ഷിംലയെ കുറിച്ചിട്ട് വല്ലാതെ വാർത്തകൾ കണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടിയിട്ട് ചെറിയ ബഡ്ജറ്റിൽ പോയി വരാൻ പറ്റും ഷിംലയിലേക്ക്. ഞാൻ ആദ്യമായിട്ട് മഞ്ഞ് കാണാൻ പോയത് ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. പിന്നെ നമ്മൾ നോർത്തിൽ എവിടെ പോയാലും തിരിച്ചു വരുന്ന സമയത്തോ അല്ല അങ്ങോട്ട് പോകുന്ന സമയത്തോ ഒന്ന് അജ്മീറിൽ അവിടെ ഒന്ന് ഒപ്പിടുക എന്നുള്ളത് നമുക്ക് വന്നാകുന്നു. അപ്പോൾ അജ്മീറിൽ പോയി, അജ്മീറിൽ നിന്ന് എല്ലാ ദിവസവും കേരളത്തിലേക്ക് വണ്ടിയില്ല. അപ്പം നേരെ ആസാറുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അഹമ്മദാബാദ്, അവിടത്തേക്കും പോകും അജ്മീറിൽ പോയാൽ. അപ്പോൾ അഹമ്മദാബാദിൽ നാട്ടിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ചാർജില്ല, കുത്തിയിടാൻ സൗകര്യമില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ തപ്പി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളൊരു യാത്ര ആയതുകൊണ്ട് ധാരാളം മനുഷ്യരിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിൽ ചെറിയൊരു ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ 2 യുവാക്കൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ച്. അപ്പോൾ ഞാൻ വേഷം കണ്ടിട്ടായിരിക്കും, ഏകദേശം നമ്മളുടെ വേഷം തന്നെ മറ്റൊരു രൂപത്തിലാണ് അവരുടെ അടുത്തുള്ളത്. ഞാൻ തിരിച്ച് ചിരിച്ച്, ഞാൻ എൻ്റെ ലക്ഷ്യം വേറെതാണല്ലോ, ഇതും തപ്പിപ്പോയി. ഒടുവിൽ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഇവർ അവിടെ ഉണ്ട്. അപ്പോൾ സലാം പറഞ്ഞ് സംസാരിച്ച്. അപ്പോൾ ഇവർ 2 പേര് കാശ്മീരികളാണ്. അപ്പോൾ ഞാൻ എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ ഇൻട്രസ്റ്റോട് കൂടെ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിലേക്ക് പോവാണ്, വി ആർ ഗോയിങ് ടു കേരള എന്ന് നീട്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കേരളത്തിലേക്കാണ്, ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്നോട് എന്തെന്നില്ലാത്ത ഭയങ്കര ആദരവ്. കുറേ സന്തോഷത്തോടെ സംസാരിച്ച് എൻ്റെ നമ്പറൊക്കെ വാങ്ങി, ഞാൻ അവരുടെ നമ്പറും വാങ്ങി ഇങ്ങനെ മടങ്ങി. അതിനിടയിൽ അദ്ദേഹം ട്രെയിൻ പറഞ്ഞിരുന്നു പോകുന്നത്, അപ്പോൾ സെയിം ട്രെയിൻ തന്നെയാണ്. അപ്പോൾ എന്നെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ട്രെയിൻ എത്താനായിട്ടുണ്ട്, പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്ന പോക്കിൽ ആലോചിച്ച്, ഇവർ ഈ ട്രെയിനിലുള്ളതല്ലേ, ഇവർ പ്ലാറ്റ്ഫോം തെറ്റിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇയാളെ വിളിച്ച് പറഞ്ഞു നമ്മളെ ട്രെയിൻ നിന്ന സ്ഥലത്തുണ്ട്, അവിടെ ഇപ്പോൾ എത്തും, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ സഹായത്തോടു കൂടെ ഒരിക്കൽ ട്രെയിൻ കിട്ടി. അതിൽ നിന്ന് ഒരിക്കൽ എന്നോട് ഭയങ്കര സ്നേഹമായി. അപ്പോൾ 2 ദിവസത്തെ ഏകദേശം 1.5 ദിവസത്തെ യാത്ര ഉണ്ടല്ലോ, അപ്പോൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവർ വരുന്നത് ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് മർക്കസിലേക്ക് വന്നതാണ്. വന്ന് 2 ദിവസം കൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയ ബന്ധം പിന്നെ ഓൺലൈനിൽ ഓരോ ആവശ്യത്തിന് വിളിക്കാനും അങ്ങനെയൊക്കെ തുടർന്ന് പോയതാണ്. പിന്നീട് റമദാനിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് കാശ്മീരിലേക്ക് പോകും. ആക്ച്വലി ഹി ഹാസ് ഇൻവൈറ്റഡ് യു, ക്ഷണിച്ചു. അന്ന് മുതലേ ആൾ ക്ഷണിക്കുന്നുണ്ട്. പിന്നെ വിളിക്കുന്ന സമയത്തൊക്കെ ചോദിക്കും എപ്പോഴാണ്. ഈ കാശ്മീരികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കര സൽക്കാരപ്രിയരാണ്. അപ്പോൾ കുറേ ഒരു വർഷത്തിലേറെയുള്ള ക്ഷണത്തിന് ശേഷമാണ് ഞാൻ കാശ്മീരിലേക്ക് പോകുന്നത്. അപ്പോൾ പോയ കഥയൊക്കെ പറയണം, വലിയ കഥകളായിരിക്കും. കാരണം ഒന്നും അറിയാതെ നമ്മളായിട്ട് പോവാണ്, ആളെ ലൊക്കേഷനും കാര്യങ്ങളും പറഞ്ഞു തന്ന് ആളെ വീട്ടിലേക്ക് നേരെ പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷം മുമ്പുള്ള റമദാനിലാണ് ഞാൻ ആദ്യമായിട്ട് കാശ്മീരിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് കാശ്മീരിലെ പൂഞ്ചിലെ മണ്ടിയിലെ അത്തോലി പറയുന്ന ഒരു ബൈക്കിലാണ് ഞാൻ ആദ്യമായിട്ട് എത്തുന്നത്. മണ്ടി നമ്മുടെ സ്കൂളൊക്കെ ഉണ്ട്. അതെ അതെ, ഇങ്ങനെയാണ് ആദ്യമായിട്ടാണ് കാശ്മീരിലുള്ള ഒരു പിന്നെ എക്സ്പീരിയൻസ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അത് കഴിയുമോ? കാരണം ഒരു ദർസിലെ കുട്ടി ഇപ്പോൾ യാത്ര ചിന്തിക്കുകയാണെങ്കിൽ കാശ്മീരിലേക്ക് പോകുമ്പോൾ 1 മാസം അതിനുള്ള ക്യാഷ്, അതാണ് അവിടെയാണ് നിങ്ങൾ വ്യത്യസ്തനാകുന്നത് അല്ലേ? അത് ചിന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലീഡർ ഉണ്ടാവും പള്ളിയിൽ, ഉസ്താദിനോട് ഇത് അവതരിപ്പിച്ചോ, അത് ചാടിയതാണ്? അല്ല, ഡോക്ടർ ലാംഗ്വേജ് വി ക്യാൻ ആസ്ക്. യാത്ര ചെയ്യുന്നതൊക്കെ ലീവിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉള്ളറിയുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ലീവിൻ്റെ സമയത്താണെങ്കിലും പരമാവധി യാത്രകളൊക്കെ ഉസ്താദിനെ അറിയിച്ചിട്ട് അവിടെ നിന്നൊരു നസീഹത്ത് വാങ്ങിയിട്ട്. അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് ഹുസൈൻ മിസ്ബാഹ് എന്നാണ്, മേൽമുറിയാണ് പേര്. മലപ്പുറം ജില്ല മുഷാവറങ്കാണ്. അപ്പോൾ അതുപോലെ തന്നെ 2ാമതൊരു ഉസ്താദിൻ്റെ സഫാസദ്ദിനിയാണ്, മാതിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവരൊക്കെ നിങ്ങൾക്കൊരു സ്വാഭാവിക ഇൻസ്പിറേഷൻസ് തരും. ധാരാളം. ഉസ്താദ് എല്ലാ വർഷവും അജ്മീറിൽ പോവും, ചില വർഷം 2 തവണയായിട്ട് പോവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നോർത്തിലേക്ക് വരുന്നത് ഉസ്താദിൻ്റെ കൂടെയാണ്. നോർത്തിൽ എങ്ങനെ സഞ്ചരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയതും ഉസ്താദിൻ്റെ അടുത്ത് നിന്നാണ്. ഉസ്താദ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് സെറ്റായിട്ടാണ് പോവുക. ഉസ്താദ് പറയും ഇന്ന പോലത്തെ കാര്യം അത് നമുക്ക് അറിയില്ല, ഒരു നാട്ട് പോക്കാണ്. പിന്നെ നിങ്ങളുടെ പാരൻസ് അവരെങ്ങനെ? കാരണം ഇപ്പം നിങ്ങളിതിങ്ങനെ യാത്ര ചെയ്യണം, സ്വാഭാവികമായിട്ടും നിങ്ങളെക്കുറിച്ച് ചർച്ച വരും, ആളിങ്ങനെ കയറിപ്പോണം. അത് വൺസ് അഗൈൻ ഐ ക്യാൻ സേ ദാറ്റ് നമ്മുടെ ഒരു ലാക്വൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ആൾക്ക് പ്രാന്താണ് പറയും. അങ്ങനെ കേട്ടിട്ടുണ്ടോ? പറയും സ്വാഭാവികമായിട്ടും. ഞാനും പറയും, എല്ലാവരും പറയും. ആൾക്കാരോട് ചെന്ന് ചോദിക്കാം, ഇങ്ങനെ തെണ്ടി നടക്കുകയാണ് റെഡി. അപ്പോൾ എന്നാലും പാരൻസിൻ്റെ അതുമായിട്ടുള്ള എങ്ങനെയാണ് അവർ റിലേറ്റഡ് ആയത്? പേടിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല.
പേടിയെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്നേഹമാണ്. അതെ, സ്നേഹമാണ്. അതെ, കാരണം അവർ ആലോചിക്കുകയാണ് നിങ്ങൾ ഈ കാശ്മീരിലൊക്കെ പോയിട്ട്, കാശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ അവർ പൂഞ്ചാണ് അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷേ അതൊരു കാശ്മീരിൻ്റെ ആ ഒരു ഭീകരത തന്നെ കുറേയൊക്കെ മീഡിയ പടച്ചുവിടുന്നതാണ്. എനിക്കിതുവരെ ഒരു ഇഷ്ടങ്ങളും തോന്നിയിട്ടില്ല. കാശ്മീരാണ്, ഏത് നിമിഷവും എന്തു സംഭവിച്ചേക്കാം. കാശ്മീരിൽ ഫസ്റ്റ് പോയപ്പോഴേ നിങ്ങൾക്ക് എങ്ങനെ അനുഭവം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാശ്മീരിൽ എത്തിയിട്ട് അവിടെ ഇപ്പോൾ ഫസ്റ്റ് ഐ തിങ്ക് പിന്നെ ഇവിടെയാണ് ജമ്മുവിലാണ് പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ, ജമ്മുവിൽ ഇറങ്ങി. അപ്പോൾ ജമ്മുവിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ പിന്നെ കാണുന്നത് ഈ മിലിറ്ററി വണ്ടികൾ, ഓരോ 5 മിനിറ്റിൽ ഇങ്ങനെ മിലിറ്ററി വണ്ടി തോക്ക് പിടിച്ച്. അപ്പോൾ എനിക്ക് തോന്നിയോ ശരിയാണ്, പ്രശ്നമാണ്. അത് എന്തായിരുന്നു കണ്ടപ്പോൾ? ആണല്ലോ, സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നതാണല്ലോ. അപ്പോൾ അത് അവർ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നല്ലേ. ഈ ടെററിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ പലതും പറഞ്ഞത്. ട്രെയിനിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ്മീരിൽ പോയാൽ അങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾക്ക് എനിക്കിതുവരെ ഒരു പ്രശ്നങ്ങളും കാശ്മീരികളെ കണ്ടപ്പോഴോ അവരോട് സംസാരിച്ചപ്പോഴോ? അതെ, അത് വേറെ തന്നെ ഒരു അനുഭവമാണ്. അവരുടെ സ്നേഹം അത് പക്കാ കാശ്മീരി ആവണമെന്നില്ല, ടീമുകളുണ്ടാവും, എന്നാലും അവിടെ ഒരു സ്നേഹമാണ്. അതെ, വല്ലാത്ത സ്നേഹമാണ്. എനിക്കിപ്പോൾ യാത്രയിൽ നിന്ന് തോന്നിയത് ശ്രീനഗറിനും മറ്റു സ്ഥലങ്ങളിലും ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ ഞാൻ അവിടെ കൂടുതൽ സജസ്റ്റ് കൊണ്ടായിരിക്കും പൂഞ്ചിലാണ് സ്നേഹം കൂടുതലെന്ന്. ഓക്കെ, ഇതിൽ വേറെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇതുപോലെ ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചിരുന്നാൽ, നമ്മളിതിൻ്റെ പിൻവശത്ത് ഒരുപാട് ആളുകളുണ്ട്, ക്യാമറകളുമായിട്ട് നിൽക്കുന്ന ആളുകൾ, അവരുടെ കുറേ നിർദ്ദേശങ്ങളുണ്ട്, ഇത്ര ടൈമേ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട്. ഇടയ്ക്ക് വെച്ച് പറയാണ്, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ കൂടുതൽ അറിയാൻ, ബാക്കി തുടരാൻ അറിയാൻ അദ്ദേഹത്തെ നിങ്ങൾ പിന്തുടരണം. നിങ്ങൾ ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ ചാനലുണ്ടല്ലോ, ഇൻസ്റ്റഗ്രാം, അതെന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്? കൈഫ് ഇബ്നു അബ്ദുൾ റസാഖ്. വൺസ് അഗൈൻ കൈഫ് ഇബ്നു അബ്ദുൾ റസാഖ് എന്നുള്ള ആ ഒരു പിന്നെ അത് ഫോളോ ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടാനില്ല. ഈ യാത്രയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേകത. അപ്പോൾ അത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. പിന്നെ ഒരാൾ കാര്യമായിട്ട് യാത്രക്ക് പോകുമ്പോൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്. യാത്രക്ക് ഭക്ഷണം പ്രശ്നമില്ല, വേർ യു ഗോ നമുക്ക് മലയാളി ഫുഡ് കിട്ടും ഇന്ന്. പക്ഷേ ഈ പറഞ്ഞ ടീമിൽ കിട്ടില്ല. മലയാളി ഫുഡ് എവിടെ കിട്ടുക? ജമ്മുവിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് മലയാളി ഫുഡ് കിട്ടും. ശ്രീനഗറിൻ്റെ മലയാളി ഹോട്ടൽസ് ഉണ്ട്, എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞ അതിർത്തിയൊക്കെ കാണാൻ പോയെന്ന്, അതിർത്തി കാണാൻ പിന്നെ കാശ്മീരിലെ മറ്റൊരു പ്രശ്നം, കുറേ മലമുകളിലേക്ക് പോയിട്ടുണ്ടാകും, റൈറ്റ്? അങ്ങനെയൊക്കെ പോകുമ്പോഴോ ആ ഏരിയയിലൊന്നും ഒരിക്കലും ഒരു മലയാളി ഫുഡ് കിട്ടാൻ ഒരു സാധ്യതയില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ സഞ്ചരിച്ചതാണ്. അപ്പോൾ യാത്രക്കാരെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെയാണ് താല്പര്യം. ഈ പോകുമ്പോഴൊക്കെ നിങ്ങൾ ഈ ഫുഡൊക്കെ എങ്ങനെ ബാധിച്ചിരുന്നു? കാരണം അവരുടെ ആ എണ്ണയ്ക്കുള്ള ഫുഡ് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളെ ഒരു? ഒന്നാമത് അവിലെപ്പോഴും കുടുങ്ങിയാൽ കഴിക്കാൻ വേണ്ടിയിട്ട് അധിക യാത്രകളിലും അവിൽ കയ്യിൽ കരുതില്ല. അതിൽ കടലൊക്കെ ഇട്ട് കയ്യിലുണ്ട്. അധിക യാത്രയിൽ ഞാൻ കയ്യിൽ കരുതുന്നുണ്ട്. കാരണം അത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. മാത്രമല്ല, പിന്നെ നമ്മളൊരു നാട്ടിലേക്ക് പോകുന്നത് അത് കാണുക എന്ന് മാത്രമല്ലല്ലോ, ആ ഒരു നാടിൻ്റെ കൾച്ചറിനെ മുഴുവൻ അങ്ങനെ മുഴുവനായിട്ട് കഴിയുന്നില്ലെങ്കിലും അതിൻ്റെ മെയിൻ പാർട്ടാണ് അത് തന്നെ. അപ്പോൾ ഫുഡ് എന്നുള്ളത് നമ്മൾ നാട്ടിൽ പോയാലും അവരുടെ സാധനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാശ്മീരി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പുട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മക്രൂണി കൊടുത്തിട്ടുണ്ട്. നമ്മളെ അവിടെയൊക്കെ ഉള്ള വേറെ പത്തിലുണ്ട്, മലപ്പുറം പോലെയല്ല. എനിക്ക് എല്ലാ ഐറ്റംസും നമ്മളെ വേറെ ഐറ്റംസ് ആക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ഫുഡുമായി ബന്ധപ്പെട്ടപ്പോൾ പല നാട്ടിലും പോയിട്ടുണ്ട്. കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ വിടാം, നിങ്ങളുടെ ആഗ്രഹം. പല നാട്ടിലും പോയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോൾ നിങ്ങളെ ഈ ഭക്ഷണം തന്ന് സ്വീകരിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭക്ഷണം തന്ന് സ്വീകരിച്ചെന്ന് പറയുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടോ അതിൻ്റെയൊക്കെ ഫുഡ് തന്നത്? അതൊക്കെ ഇപ്പോൾ ഈ തൊട്ട് മുമ്പുള്ള യാത്രയിൽ കാശ്മീരിൽ അങ്ങനെ ഒന്നുണ്ടായിരുന്നു. നമ്മൾ ഈ യാത്രയിൽ കൂടുതൽ ഹിച്ചേക്ക് ചെയ്ത് അത് അനുഭവിക്കുക എന്നുള്ളത് എൻ്റെ. അപ്പോൾ പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ മാടി വിളിക്കും അടുത്ത വർഷം. അപ്പോൾ അവർ കൗതുകത്തിൽ വെറുതെ വിളിച്ചതായിരിക്കും. നമ്മൾ ലഗേജൊക്കെ കൊണ്ടായിരിക്കില്ല പോവുക. എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ച്, ആധാർ കാർഡൊക്കെ ചോദിച്ച് പോയിക്കോ പറയും. അപ്പോൾ ശ്രീനഗറിൽ ഞാൻ ഇന്ത്യയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മലോറയിലേക്ക്. അപ്പോൾ പെട്ടെന്ന് ഒരു കടയുടെ മുമ്പിൽ നിന്ന് രണ്ടാളിങ്ങനെ മാടി വിളിച്ച്, ഞാൻ സ്പോട്ടിൽ കാരണം ഒരു തിരിച്ചിങ്ങോട്ട് വിളിച്ച്. അപ്പോൾ ഇത് നേരത്തെ വിളിച്ച് പിന്നെ വെറുതെ മടങ്ങി വരണ്ടല്ലേ. അപ്പോൾ ഞാൻ അവരെ തിരിച്ച് വിളിച്ചപ്പോൾ ഒരു രണ്ടാളും മുഖാമുഖം നോക്കി ഒന്ന് ചിരിച്ച്, എന്നിട്ട് അതിലൊരാൾ വന്ന് എൻ്റെ അടുത്ത് വന്ന്, ഇപ്പോൾ എവിടെയാണ്, സെയിം നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊക്കെ തന്നെ, എന്താണ് പക്ഷെങ്കിലും ഒരു ആധാരവും ഡീറ്റെയിലൊന്നും ചോദിച്ചില്ല. അപ്പോൾ നല്ലൊരു സമീപനം കണ്ടപ്പോൾ ഞാൻ പേര് ചോദിച്ചു. അപ്പോൾ അതൊരു തങ്ങളായിരുന്നു.
അപ്പോൾ ഞങ്ങളപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി, ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലേ. അപ്പോൾ ഞാൻ പൊരുത്തപ്പെടാനൊക്കെ പറഞ്ഞ് വിഷയങ്ങൾ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരിയെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് വരിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് വന്ന് ബദരിങ്ങളാണ്ടാണ്. അപ്പോൾ പരിപാടിക്ക് വേണ്ടി പോവാണ്. റമദാൻ മാസത്തിലാ? ഈ റമദാനല്ലേ. ഗ്രേറ്റ്. അപ്പോൾ പരിപാടിക്ക് വേണ്ടി പോവാണ് അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ബേഗ് നിങ്ങളെ വീട്ടിൽ വെക്കട്ടെ, എന്നിട്ട് നടന്നു പോയാലോ സുഖമായിട്ട്. അപ്പോൾ ബേഗ് അവിടെ വെച്ച് ലൊക്കേഷൻ ചോദിച്ച് അദ്ദേഹം കാറെടുത്ത് ഇറക്കി തന്നു. നമ്മൾ നോമ്പ് തുറന്ന സ്പോട്ടിൽ തന്നെ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വിളി വന്നിട്ടുണ്ട്, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കുന്നുണ്ട്, കൂട്ടാൻ വരട്ടെ. ഇങ്ങനെ മലയാളികളെ കണ്ടാണല്ലോ കുറേ ദിവസത്തിന് ശേഷം. അപ്പോൾ അതിൻ്റെ കഥകൾ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് വിളിക്കും. അപ്പോൾ ഇയാൾ വീണ്ടും വിളിച്ച് അപ്പോൾ ഞാൻ ഇറങ്ങി. ആ തണുപ്പത്ത് നല്ല രസമാണല്ലോ, ഞാൻ നടക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ അതിൻ്റെ മുമ്പൊക്കെ നിന്ന കാശ്മീരികളെന്ന് പറഞ്ഞാൽ പാവങ്ങളായിരുന്നു. ഇദ്ദേഹം അവിടെ യൂണിവേഴ്സിറ്റിയിലൊരു ഉയർന്നൊരു ഉദ്യോഗസ്ഥ, റിട്ടയറാണ്. അപ്പോൾ വലിയ വീടാണ്, 2 തട്ടുള്ള വലിയ വീട്. അത്ര വലിയൊരു വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കാശ്മീരിൽ പോയത്. അപ്പോൾ വീടൊക്കെ ചുറ്റി നടന്ന് ഞാൻ കാണണമെന്ന് പറഞ്ഞ് എല്ലാ റൂമുകളിലേക്കും അവിടെയുള്ള കലകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഇവിടെ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് കിടത്താമെന്ന് പറഞ്ഞ് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നല്ല രീതിയിൽ അന്ന് അവിടെ നിന്ന് സൽക്കരിച്ച്. പിന്നെ രാവിലെ തന്നെ ധാരാളം അനുഭവങ്ങൾ പൊതുവെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ. വാഹനത്തിൽ കയറുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഈ നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ആണ് പലപ്പോഴും പോകുന്നത്. ഇങ്ങനെ പറഞ്ഞതിന് ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാകും, ഡെസ്റ്റിനേഷൻ ഉണ്ടാകും, പക്ഷേ പലപ്പോഴും ഹൗ ടു റീച്ച് എന്നതിന് കൃത്യമായിട്ട് മറുപടി ഉണ്ടാകും. എസ്പെഷ്യലി കാശ്മീർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കഴിയില്ല, കാരണം ബ്ലോക്കായിട്ടുണ്ടാകും, റോഡ് ബ്ലോക്കായിട്ടുണ്ടാകും. നമ്മൾ നാളെ രാവിലെ ഇറങ്ങാം ഇത്ര മണിക്ക് എന്നൊക്കെ പറഞ്ഞാലൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടും മാറിപ്പോകും. അപ്പോൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയുന്നത് ലിഫ്റ്റ് അടിക്കുക, പിന്നെ കൈ കാണിച്ച് പോകുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടുണ്ട്. വാഹനങ്ങളിൽ മീൻസ് പബ്ലിക് ട്രാൻസ്പോർട്ടുകളല്ലാതെ എങ്ങനെ ഞാനിപ്പോൾ ഈ യാത്ര തന്നെ ഇപ്പോൾ എല്ലാം തൊട്ടുമ്പോൾ യാത്രയാണ്. കുറേ ലിഫ്റ്റുകളുടെ കഥകൾ കുറേ പറയാനുണ്ടാവും. ഈ യാത്ര ഞാൻ JCBയിൽ പോയിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മളെന്താണോ വരുന്നത് കൈകാട്ട്, ഒന്നാമത് നാട്ടിൻ്റെ അല്ലാറുള്ളത്, അതുകൊണ്ട് നമുക്ക് ആരെത്തിയാലും ഇത് കയറാം. ട്രാക്ടറിൽ കയറിയിട്ടുണ്ട്, ട്രാക്ടറിൽ ബാക്കിൽ കയറിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോറി, ചിലപ്പോൾ ഒരു ധാരണ ഉണ്ട്, ലോറിക്കാരൊക്കെ കാശ്മീരികൾക്ക് ധാരണ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടപ്പോൾ പരിചയമുള്ള കാശ്മീരികൾ പറഞ്ഞിട്ടുണ്ട് ഇവരൊന്നും നല്ല ആളുകളല്ലല്ലോ എന്നുള്ളത്. അവർക്ക് ലോറിക്കാരൊന്നും നല്ല മനുഷ്യരല്ല എന്നൊരു ധാരണ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ലോറിക്കാരൻ്റെ കൂടെ നോമ്പ് തുറക്കാനും നിസ്കരിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. നേരെ മറിച്ച് ദുരനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും വെള്ളം അടിച്ച് വയലായി പോയ ലോറിക്കാരനൊക്കെ ഉണ്ട്. അന്ന് ഞാൻ എത്തിപ്പെട്ടത് കട്ര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതൊരു വലിയൊരു ജംഗിളായിരുന്നു, അവിടെ ഉറുദു പോലും അറിയാത്ത മനുഷ്യർ. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ അതിനൊക്കെ മെൻ്റലി പ്രിപ്പയർഡ് ആണ്. അതെ, എന്തും വരാം. അല്ലാതെ ഇപ്പോൾ സ്വസ്ഥമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പിന്നെ കാശ്മീർ മാത്രം പറഞ്ഞിരുന്ന പോലെ പിന്നെ നിങ്ങൾ വിദേശത്തേക്ക് പോയത്, അത് പിന്നെ സ്വാഭാവികമായിട്ടും സ്റ്റൈലിഷ് യാത്ര ആയിരിക്കും. എങ്ങനെയാണ് വിദേശത്ത് പോയത്? എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് സൗദിയിൽ പോയത് ഉസ്താദിൻ്റെ കൂടെയാണ്. അത് നമ്മൾ സാധാരണ യാത്ര പോലെ യാത്രയായിട്ടാണ് പോയത്. രണ്ടാമത്തെ പോയത് അങ്ങനെയൊന്നുമല്ല, 2 രാജ്യങ്ങളിലേക്ക് ചെറിയ തുകയിലായിട്ടാണ് ഞാൻ പോയത്. എങ്ങനെയാണോ ഒന്ന് വിശദീകരിക്കും? അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൻ്റെ റേറ്റാണ് ചിലവ് വന്നത്. ബാക്കി അവിടെ റൂം ഉണ്ടായിരുന്നു, നോമ്പായിരുന്നു. അതെ, കൂടുതൽ സമയം മക്കത്തും മദീനത്തും ആയിട്ട് കൂടി. ഏതായാലും അതിലൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്തി. വിദേശ യാത്ര വരും 21-ാം വയസ്സിൽ നിങ്ങളുടെ ഓൺ റിസ്കിൽ 2 തവണ മദീനത്തൊക്കെ പോയി വരാമെന്ന് പറഞ്ഞാൽ ആദ്യത്തത് എൻ്റെ റിസ്ക് വാട്ട് എവർ, കാരണം ഓൺ റിസ്ക് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അങ്ങനെയാണോ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റും അതുകൊണ്ടാണല്ലോ. അപ്പോൾ അത് 2 തവണ അത് പോയി വന്നു. പിന്നെ അതുപോലെ തന്നെ ബഹ്റൈൻ, എവിടെ പോയത്? ബഹ്റൈനിൽ ഞാൻ അത് ഓൺ റോഡായിട്ട് പോയതാണ്, ബൈ റോഡ് പോയതാണ്. അത് ആ ഒരു സമയത്ത് ഞാൻ 2ാമത് ഉംറക്ക് പോയ സമയത്ത് എൻ്റെ ഫാമിലി ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോയതാണ്. അപ്പോൾ ഉപ്പ കാക്ക എല്ലാവരും അവിടെയാണല്ലോ, പിന്നെ കസിൻസ് ഫാമിലി കുറേ ആളുകൾ യാദൃശികമായിട്ട് ആ ഒരു പെരുന്നാളിൻ്റെ സമയത്ത് അവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നാട്ടിൽ നിന്ന് പ്ലാൻ അടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയാലോ എന്നുള്ളത്. ഒരു പ്ലാനാണ്. ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങളെല്ലാവരും കോഴിക്കോട് ഉണ്ടെന്ന് പറഞ്ഞാൽ കോഴിക്കോടൊന്ന് പോയാലോ എന്നാലേക്കും. നിങ്ങളൊക്കെ ബഹ്റൈനിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ബഹ്റൈനിലേക്കൊന്ന് പറയാണ്ട് പോയതാണ്. അതന്നെ പറഞ്ഞത്, കോഴിക്കോട്ടേക്ക് പറയാതെ പോവാം, പക്ഷേ ബഹ്റൈനിലുണ്ടെന്ന് പറയുമ്പോൾ സോ ഐ വുഡ് ലൈക്ക് ടു ബി ദർ. അങ്ങനെ പ്രശ്നമാണത്. ഓക്കെ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അവിടെയുള്ള യഹ്യ ഫൈസാനി റോഫ്മീനി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ്മാർ റിയാദിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ മദീനത്ത് നിന്ന് അവരുടെ കൂടെ പോയി അവർക്ക് യാത്രകളൊക്കെ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ബസ്സിൽ ഫ്രീ ആയിട്ട് പോയി റിയാദിലെത്തി. റിയാദിൽ നിന്നാണ്
റമളാൻ ആയതുകൊണ്ട് ബൈ റോഡ് ആളുകൾ വിടുന്നില്ല എന്ന് പറഞ്ഞു. ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എടുക്കാൻ അടുത്ത് പൈസയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്ന് എനിക്കാണെങ്കിൽ പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടെയുള്ള പല ട്രാവൽസുകളിലും കയറി ഇറങ്ങി. വിസ ഓൺ അറൈവലാണോ? ഓൺ അറൈവലാണ്. ഓക്കെ ഓക്കെ. പല ട്രാവൽസുകളിലും കയറി ഇറങ്ങി. പക്ഷേ ഓൺ അറൈവലല്ല എടുത്തത് ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കറക്റ്റ് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൈമിൽ നമുക്ക് ഏതായാലും ഇങ്ങനെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ എന്താണോ സംഭവിക്കുന്നത് എങ്ങാനും കടന്നിട്ടില്ലെങ്കിൽ കുറച്ച് പെടുമായിരുന്നു. അപ്പോൾ ഞാൻ സാപ്റ്റിക്കോ അവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ്, അതിൽ കയറ്റിയാൽ എന്താ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല, കടത്തി പോകുന്നുള്ള നിലയിൽ ഒരു സ്വന്തം ഒരു മജിലിസൊക്കെ നടത്തിയാണിട്ട് പോയി. ബോർഡറിൽ ആദ്യം പോയി ചെന്ന് നിർത്തി. അപ്പോൾ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഞാനും വേറൊരു മലയാളി മാത്രമാണ് ബസ്സിലുള്ളത്. വലിയ ബെൻസിൻ്റെ വലിയ ബസ്സാണ്, കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 95 റിയാലിനാണ്, ആകെ 95 റിയാലിനാണ് ഞാൻ സൗദിയിൽ നിന്ന് പാലനിലേക്ക് എത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലെത്തി. അപ്പോൾ നേരെ ഇറങ്ങി അവിടെ ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്ന് എൻ്റെ കണ്ണിലേക്ക് ഒരു നോട്ടം നോക്കി മാറിക്കുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാനായിരുന്നല്ലോ, ഞാനാകെ പേടിച്ച് കുടുങ്ങി കയറി. അപ്പോൾ എൻ്റെ ഡ്രൈവർ വന്നിട്ട് എന്താ ഇവിടെ നിൽക്കുന്നു പറഞ്ഞ ആൾ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഓരോ ഘട്ടങ്ങളായി കഴിഞ്ഞ് ആണ് കടന്നുപോയി. നേരെ സർപ്രൈസായിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓരോ കസിൻസിൻ്റെ അടുത്തേക്കൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അങ്ങനെ ധാരാളം യാത്രകൾ ചെയ്തു. നമുക്ക് മുന്നോട്ട് പോകാൻ കൂടുതൽ പ്രയാസങ്ങളുണ്ട്. ഏതായിരുന്നാലും ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ, ഈ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവുമല്ലോ നിന്ന സ്ഥലത്തൊന്ന് പോകണം, ലക്ഷദ്വീപിൽ പോകണമെന്ന്. ലക്ഷദ്വീപിലുള്ളൊരു കബീർക്ക എന്ന് പറയുന്നത് വെരി സിമ്പിൾ, യു ക്യാൻ ട്രൈ ഫോർ ദാറ്റ്. ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞ മാസം ഇതുവരെ നമ്മളെ പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ആയതാണ്. അപ്പോഴായിരുന്നു അവിടെയുള്ള മറ്റൊരു പോലീസ് അവിടെ ഇപ്പം നിലവിൽ റിട്ടേൺ വരാൻ ഫ്ലൈറ്റ് തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു. ഫ്ലൈറ്റിന് കാരണം അത് ഏകദേശം പ്രോഗ്രാം 20 രൂപ അങ്ങനെ ആ ടൈമിൽ ഫ്ലൈറ്റിന് റിട്ടേൺ കാണിച്ചത്. അത് പിന്നെ അതങ്ങനെ ക്യാൻസൽ ചെയ്തു. അതിൻ്റെ PCC ഇപ്പോഴും അവൈലബിൾ ആണ്, ഇനി അത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇത് കാണുന്നവരുണ്ടാവും. ലക്ഷദ്വീപ് പേർക്ക് ദേ ഡോണ്ട് ഹാവ് എനി കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് ടു ബേസിക്കലി. അപ്പോൾ ഏതായിരുന്നാലും അത് നിങ്ങളുടെ ലക്ഷദ്വീപ് യാത്ര. പിന്നെ ഈജിപ്ത്, ഞാൻ ഈ റമസാൻ ഈജിപ്തിൽ പോകണമെന്ന് കരുതിയാണ്. ഈജിപ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അതുണ്ട്, ധാരാളം മഹാന്മാരുള്ള നാടാണ്. യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഡ്രൈവിംഗ് വശമുണ്ടോ? ഏതൊക്കെയാണ് ഓടിക്കേണ്ട വണ്ടി? ഹെവി ഓടിക്കില്ല. ഞാൻ കുറേ ശ്രമിച്ച് ഹെവി ഓടിക്കാൻ വേണ്ടി ഈ യാത്രയിൽ. യാത്രക്കാരുടെ മെയിൻ ഇൻട്രസ്റ്റ് അതോ വണ്ടികളൊക്കെ? പക്ഷെങ്കിൽ ഈ കാശ്മീരിലെ കുന്നും മലകൾക്കിടയിൽ തരാനും എനിക്ക് വലിയ ധൈര്യമില്ല. അതെ, ഓടിച്ചോ എന്ന് പറയും, എന്നിട്ട് അതിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഓടിച്ചോ എന്ന് പറയും, പിന്നെ അല്ല വേണ്ടാന്ന് പറയും. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനത്തെ കുറച്ചും കൂടി ആഗ്രഹമുണ്ട്. യാത്ര തുടരും ഇൻഷാ അല്ലാ. എന്താണ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ന്യൂജൻ ടീമിനോട് പറയാനുള്ളത്? നിങ്ങളുടെ വഴി സ്വീകരിക്കാൻ പറ്റും? പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആൾ, പൈസ ഇല്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു 500 രൂപ പോലും കയ്യിലില്ലെങ്കിൽ അടുത്ത മാസത്തെ ലീവിൽ എന്ത് ചെയ്യുന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അവിടെ പ്ലാൻ ചെയ്തിടും. ഒരു നാടിൽ പോകാൻ പ്ലാൻ ഇടുകയാണെങ്കിൽ ആ നാട്ടിൽ എന്തൊക്കെയാണുള്ളത്, അവിടെ പോയാൽ എന്ത് സംഭവിക്കും, അതൊക്കെ നമ്മൾ ആദ്യം ആലോചിക്കണമല്ലോ. അതൊക്കെ റെഡിയാക്കി വെക്കും. അവിടെ പോകാനുള്ള പൈസ എന്തുണ്ടാവുമെന്ന് കണക്കൂട്ടി വെച്ച് വെക്കും. ചെറിയ പൈസ മതി എനിക്ക് പോകാൻ. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ യാത്ര 5000 രൂപയുടെ താഴേക്ക് ചിലവാണ് അതല്ലേ ഒരു മാസ യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഫോളോ ചെയ്യാൻ നിങ്ങൾ പുതിയ ടീമിനോട് പറയോ? അത് സാധാരണ പറയാറുണ്ട് ഇതാരും അനുകരിക്കരുത് എന്ന് പറയാറുണ്ട്. അനുകരിച്ചാൽ കുഴപ്പമുള്ള വിഷയമൊന്നുമല്ല. പക്ഷെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ നടന്നോളുന്നില്ല, എല്ലാവർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിക്കോണമെന്നില്ല. മുന്നോട്ട് പോവുക. ഇനി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിൽ ആ മേഖല ഒന്ന് പറയൂ. ഇൻഷാ അല്ലാ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, കഴിഞ്ഞിട്ട് PG ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പിന്നെ നിങ്ങളുടെ ഉസ്താദ് ഫീൽഡ് അതും പഠിക്കണം. ഈ ഫീൽഡിൽ ഇതും തുടർന്ന് മുന്നോട്ട് പോകണം. ഉസ്താദ് എന്താണോ പറയുന്നത് അതുപോലെ ഇതിനനുസരിച്ച് ഈ ഫീൽഡിൽ നീങ്ങണം മുന്നോട്ട്. ഏതായിരുന്നാലും വളരെ സന്തോഷം. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഇദ്ദേഹത്തോട് ചോദിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിനുള്ള പരിമിതി നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. വളരെ വലിയ ഇൻസ്പിറേഷനാണ്. കാരണം ഈ ഒരു ചെറുപ്രായത്തിൽ ദർസിലൊക്കെ പഠിക്കുന്നു. ആ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ വന്നു, യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലും കണ്ടു. ഇനിയും പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. എല്ലാവരും യാത്ര ചെയ്യുന്നതിൻ്റെ മുമ്പ് ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ബാരിക്കേഡായിട്ട് തോന്നുന്നത് അതൊന്നും പ്രശ്നമില്ലാതെ, സാമ്പത്തികം മറ്റു കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാതെ ഒരു നല്ല രൂപത്തിൽ യാത്ര ചെയ്ത് അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുകകൂടെ ചെയ്യുന്ന ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്.
ഇനിയും ധാരാളം യാത്രകൾ ചെയ്യാനും അതുപോലെ തന്നെ അത്തരം വിഷയങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാനും നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ ഞാൻ പോയിൻ്റായിട്ട് കോട്ട് ചെയ്യുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ പറഞ്ഞത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ വർഗീയതയാണ് പ്രശ്നങ്ങളാണ് എന്ന് പലതും മാധ്യമങ്ങളാണ് അത് കൂടുതലാക്കിയിട്ട് ചിത്രീകരിക്കുന്നത്. പക്ഷെ പലയിടത്തും നല്ല മനുഷ്യന്മാരാണ് ഉള്ളത് എന്നൊക്കെ നിങ്ങളുടെ ഈ ചെറിയ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ പറയാൻ കഴിയും. ഇനിയും ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവസരം ഉണ്ടാവട്ടെ എന്നറിയിക്കുന്നു. ഫ്ലാഷ് മീഡിയയുടെ ഈ ലെറ്റ്സ് ടോക്ക് എന്ന പ്രോഗ്രാം ഇത്രയും സമയം നിങ്ങൾ വീക്ഷിച്ചതിന് നിങ്ങൾക്കൊരിക്കൽ കൂടെ നന്ദി. താങ്ക് യു.